ഹലോ നമസ്കാരം. ചില വിചിത്ര സംഭവങ്ങളെക്കുറിച്ചോ കഥകളെക്കുറിച്ചോ ഉള്ള ചർച്ചകൾ എപ്പോഴും അത്തരം വാദപ്രതിവാദങ്ങളിലേക്ക് നയിക്കുന്നു. ചിലർക്കിത് ആവേശകരവും പലർക്ക് താല്പര്യമില്ലാത്തതുമായിരിക്കാം. പക്ഷേ നമുക്ക് നട്ടെല്ല് മരവിപ്പിക്കുന്ന നിഗൂഢതയെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്താൻ കഴിയില്ല. ഹൈദരാബാദിലെ കുന്ദൻബാഗ് പ്രേതഭവനത്തിൻ്റെ കഥ നമുക്ക് കേൾക്കാം. 2002 വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച അന്നും സൈനാസമുകളുടെ ഹൈദരാബാദ് നഗരത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ന് കുന്ദൻബാഗ് ഹൗസിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. എന്നിരുന്നാലും റോഡ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഗേറ്റിന് പുറത്ത് പാർക്ക് ചെയ്ത മാലിന്യ ട്രക്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ തെരുവ് വിജനവും വിചിത്രവുമായി കാണപ്പെടുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. എന്താണ് കുന്ദൻബാഗിൽ സംഭവിച്ചത്? അതെ, കുന്ദൻബാഗ് കോളനിയിലെ വീട്ടിൽ 4 പേരുള്ള ഒരു സന്തുഷ്ട കുടുംബം ഉണ്ടായിരുന്നു. ഒരമ്മ, അച്ഛൻ, 2 പെൺമക്കൾ താമസിച്ചിരുന്നു. ഒരു ദിവസം അച്ഛൻ വീട് വിട്ടുപോയി. തിരിച്ചെത്തിയില്ലെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ആർക്കും അവരെക്കുറിച്ചൊരു വിവരവുമില്ല. ചില അയൽക്കാർ പറയുന്നു അമ്മയും പെൺമക്കളും വളരെ വിചിത്രരായിരുന്നുവെന്ന്. പെൺമക്കൾ രക്തം നിറച്ച കുപ്പിയുമായി വീടിന് പുറത്ത് കളിക്കാറുണ്ടായിരുന്നുവെന്ന്. അയൽക്കാർ വീടിനുള്ളിൽ നിന്ന് ചില വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ ഒരു ദിവസം ഒരു കള്ളൻ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും 3 മൃതദേഹങ്ങൾ കാണാൻ ഇടയാവുകയും ചെയ്തു. പോലീസ് പിടികൂടിയപ്പോഴാണ് അദ്ദേഹം ആ മൃതദേഹങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. വളരെ രസകരമെന്ന് പറയട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ മരിച്ചിട്ട് ഏകദേശം 6 മാസമായി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അയൽക്കാർ പെൺകുട്ടികളെക്കുറിച്ച്, ആ സ്ത്രീ മഹത്വത്തിൽ പാടിയ പാട്ടുകളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി. 2002 അതൊരു വലിയ വാർത്തയായി. പിന്നീട് വീട് പൂട്ടി. ഇപ്പോൾ കുന്ദൻബാഗ് ഹൗസ് വൈദ്യുതിയില്ലാത്തൊരു വിജനമായ പ്രേതാലയമായി നിലകൊള്ളുന്നു. പിന്നെ എങ്ങനെയാണ് എല്ലാ രാത്രിയിലും 2ാം നിലയിലൊരു വെളിച്ചം കാണുന്നത്? ആർക്കും അതിനൊരു ഉത്തരമില്ല. ആരെയും അകത്തോട്ട് കടത്തിവിടുന്നുമില്ല. പ്രേതഭവനത്തിൻ്റെ കഥയും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. മറ്റുള്ളവർ അത് വാങ്ങുന്നത് തടയാനാണ് ഇങ്ങനെ കഥ സൃഷ്ടിക്കുന്നതാണ് ഒരു വിഭാഗം ആൾക്കാർ അവകാശപ്പെടുന്നത്. സമീപ പ്രദേശങ്ങളിലെ ഒരു താമസക്കാരൻ പറഞ്ഞു, ഞാനും എൻ്റെ സുഹൃത്തും കുന്ദൻബാഗ് ഹൗസ് ഗേറ്റിന് മുന്നിൽ ഒരു അപകടത്തിൽപ്പെട്ടു. ആ ലൈനിൽ പ്രവേശിച്ച ഉടനെ തന്നെ എൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഓഫായി. വിചിത്രമാണ്, അദ്ദേഹം പറഞ്ഞു. എതിർവശത്തു നിന്ന് വന്ന തൻ്റെ വണ്ടി ബൈക്കിൽ തട്ടി. അദ്ദേഹം വളരെയധികം പേടിച്ചുപോയി. എന്തു ആണെങ്കിലും ഇതൊരു സ്വത്ത് തർക്കമോ അതോ ശരിക്കും ഒരു പ്രേതഭവനമാണോ എന്ന് ഞങ്ങൾക്കും ശരിക്കും അറിയില്ല. എന്നിരുന്നാലും ചിലർക്ക് ഈ വീടിന് ചുറ്റും ചില പ്രത്യേക സംഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ കുന്ദൻബാഗ് ഹൗസ് റോഡ് പോലും ഭയാനകമായി തോന്നുന്നു. നിരന്തരമായ നിശബ്ദത, പടർന്നു കയറുന്ന മരങ്ങൾ, ഒരു വലിയ ഗേറ്റ്, മങ്ങിയ വെളിച്ചമുള്ള തെരുവുവിളക്ക് എന്നിവ അതിനും നിഗൂഢമായി തോന്നുന്നു. കുന്ദൻബാഗ് എസ്റ്റേറ്റ് ഇന്നും പരിഹരിക്കപ്പെടാത്തൊരു രഹസ്യമായി തുടരുന്നു. ആളൊഴിഞ്ഞ വീട് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസ സൃഷ്ടിക്കുന്നു. അതിനാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രേതഭവനങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുന്ദൻബാഗ് ഒരു പ്രേതഭവനമാണോ? നാട്ടുകാർ പറയുന്നത് സത്യമാണോ? അതോ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണോ? പക്ഷേ പോലീസുകാർ കാവലുണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും നമുക്കറിയില്ല, മിഥ്യയാണോ സത്യമാണോ ഇനി വരാൻ പോകുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോഴും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി വളരെ ഗാംഭീര്യത്തോടെ ഇപ്പോഴും തല ഉയർത്തി അങ്ങനെ നിൽക്കുകയാണ് കുന്ദൻബാഗ്. നമുക്ക് പ്രതീക്ഷിക്കാം നാളെയെങ്കിലും ഇതിൻ്റെ യഥാർത്ഥമായ കഥയും അല്ലെങ്കിൽ ചുരുളഴിയുമെന്ന് നമുക്ക് ജിജ്ഞാസയോടെ കാത്തിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതെന്ന് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഓക്കെ, താങ്ക്